ജനറേറ്ററിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യും, മോട്ടറിലാണെങ്കിൽ കൂടും. In order to have sparkless commutation, the brushes should be placed along the GNA ആണോ MNA ആണോ ഇത് ഇന്നലെ പറഞ്ഞതാണ്, along the MNA മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ അവിടെ വേണം വെക്കാൻ. With respect to direction rotation of interpoles on a DC generator have the same polarity as the main poles ahead of them. അല്ലേ, മുമ്പേ ഉള്ള അതിന്റെ അതേ പൊളാരിറ്റി തന്നെ ആവണം. സോ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ahead of them. Interpoles are connected in series with armature. 2 ആണ് ഉത്തരം. Conductors of compensating winding are housed in the slots in the pole faces. 12 A ആണ് ഉത്തരം. അടുത്തത് 13 in DC generator the effect of armature reaction on the main pole flux is to എന്താണ് both reduce and distort. ഇന്നലെ പറഞ്ഞാണ്. Compensating winding is connected, അതും സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ് ആണ്. ഞാൻ പറഞ്ഞു ഇന്റർപോള് കണക്ട് ചെയ്യുന്ന അതേ കണക്കാണ് എന്ത് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. ഡ്യൂറിംഗ് കമ്മ്യൂട്ടേഷൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ ബൈ ദ ബ്രഷ് റിമെയിൻസ് ഷോർട്ട് സർക്യൂട്ട്. റിമെയിൻസ് ഷോർട്ട് സർക്യൂട്ടഡ്. എ ആണ് ഉത്തരം. അടുത്ത കറണ്ട് ലൈൻ ഗ്രാഫ്. ഐഡിയൽ കമ്മ്യൂട്ടേഷന് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഞാൻ വരച്ച് കാണിച്ചാണ്. കമ്മ്യൂട്ടേഷൻ പീരീഡ് 1/50. കമ്മ്യൂട്ടേഷൻ പീരീഡ് 17. 1/50 തെറ്റിപ്പോയി. 1/500 ആണ്. ഇന്നലെ 1/500 ആണ്. 1/500 സെക്കൻഡ് ആണ്. എന്നാലേ നമ്മുടെ അത് കിട്ടത്തുള്ളൂ. 1/500 ഏറ്റവും കുറവായിരിക്കണം. 1/500. Interpole winding is connected വീണ്ടും in series with armature winding. When the armature current increases the forward lead for a generator. ഇതാണ് ഇന്നലെ പറഞ്ഞില്ലേ, forward lead for a generator എന്ത് പറ്റും എന്നൊരു ചോദ്യം അല്ലേ. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. അത് ഫോർവേഡ് ലീഡ് ഫോർ എ ജനറേറ്റർ, അവിടെ ഫോർവേഡ് ലീഡ് ഫോർ എ ജനറേറ്റർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക. ഫോർവേഡ് ലീഡ് ഫോർ ജനറേറ്റർ ഇൻക്രീസ് ആണ്. പിന്നെ 20 റിയാക്ടൻസ് വോൾട്ടേജ് DC ഷണ്ട് ജനറേറ്റർ. റിയാക്ടൻസ് വോൾട്ടേജ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞു ഇന്നലെ LdI/dt ആണ്, ആക്ച്വലി DIA ആണ്, ആർമേച്ചർ കറണ്ട് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർമേച്ചർ കറണ്ട് ആണ്. സോ ആർമേച്ചർ കറണ്ട് ആണ് ഉത്തരം. റിയാക്ടൻസ് വോൾട്ടേജ് DC ഷണ്ട് ജനറേറ്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ആർമേച്ചർ കറണ്ട് ആണ്. അടുത്തത് ഒരു മിനിറ്റ്. For the same rating of DC machine as dash and AC machine. അപ്പം റേറ്റിംഗ് സെയിം ആണ്. DC മെഷീനും AC മെഷീനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് പ്രത്യേകത? The same weight has, രണ്ടും സെയിം വെയിറ്റ് ആണ്. DC മെഷീനും AC മെഷീനും സെയിം വെയിറ്റ് ആണ്. DC മെഷീന് മോർ വെയിറ്റ് ആണ്, ലെസ് വെയിറ്റ് ആണ്, നൺ ഓഫ് ദി എബോവ്. എന്താ DC മെഷീൻ ആണോ AC മെഷീൻ ആണോ വെയിറ്റ് കൂടുതൽ? DC മെഷീൻ ആണോ AC മെഷീൻ വെയിറ്റ് കൂടുതൽ? ഓർത്തില്ല, DC മെഷീൻ ആണ് എപ്പോഴും വെയിറ്റ് കൂടുതൽ. ഓർത്തിക്കുക, DC മെഷീൻ ആയിരിക്കും എപ്പോഴും. അത് സെയിം റേറ്റിംഗ് DC മെഷീനും AC മെഷീനും കമ്പയർ ചെയ്യുമ്പോൾ DC മെഷീൻ ഹാസ് മോർ വെയിറ്റ് കമ്പയർ ടു AC മെഷീൻ. ഓർത്തിരിക്കാം. അടുത്ത ദ ഫീൽഡ് വൈൻഡിംഗ് ഓഫ് DC ഷണ്ട് മെഷീൻ യൂഷ്വലി ക്യാരീസ് ഡാഷ് ഓഫ് ദി റേറ്റഡ് കറന്റ് ഓഫ് ദി മെഷീൻ. അതായത് ഫീൽഡ് വൈൻഡിങ് DC ഷണ്ട് മെഷീന്റെ ഫീൽഡ് വൈൻഡിങ് എത്രമാത്രം കറണ്ടിനെയാണ് അത് കടത്തിവിടുന്നത്? യൂഷ്വലി എത്രമാത്രം കറണ്ട് കാണത്തിലും ഏറ്റവും കുറവായിരിക്കും 2 to 5% കറണ്ട് ആയിരിക്കും കടത്തിവിടുന്നത്. 2 to 5. കാരണം ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് വളരെ വലുതാണ്. ഓഫ് ദി ഓർഡർ ഓഫ് ഓംസ് ആണ്. 100 ohms 250 ohms ഒക്കെ വരുന്നത്. അപ്പം ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് it will pass only 2 to 5% of the rated current. A separately excited DC generator is not used because it is costly, voltage drop considerably with load, separate DC source is required for the field circuit. Yes, separate DC source വേണം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് വേണം? DC സോഴ്സ് വേണം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ 3ന്റെ ഉത്തരം 3 ആണ്. സെപ്പറേറ്റ് DC source is required for field circuit. അടുത്തത് a DC compound generator having full load terminal voltage equal to the no load voltage is called a DC compound generator having full load terminal voltage no load വോൾട്ടേജും സെയിം ആണ്. ഫുൾ ലോഡ് വോൾട്ടേജും നോ ലോഡ് വോൾട്ടേജും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മെഷീനെ എന്തു പറയും?
നല്ല ചോദ്യമാണ്. ഫുൾ ലോഡും നോ ലോഡും സെയിം ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലാറ്റ് കോമ്പൗണ്ട്. ഫുൾ ലോഡ് കൂടുതലാണെങ്കിൽ ഓവർ കോമ്പൗണ്ട്, ലെസ് ആണെങ്കിൽ അണ്ടർ കോമ്പൗണ്ട്. അപ്പം രണ്ടും തുല്യമാണെങ്കിൽ ഫ്ലാറ്റ് കോമ്പൗണ്ട്. അടുത്ത the main drawback of a DC shunt generator is that terminal voltage drops suddenly with load. Shunt field current has high resistance. Generator voltage is small. It is expensive. ഏതാണ് മേജർ ഡ്രോബാക്ക്? കുറെ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ടെർമിനൽ വോൾട്ടേജ് കൺസിഡറബിൾ വിത്ത് ലോഡ് ഡ്രോപ്പ് ചെയ്യും. ഷണ്ട് ഫീൽഡ് സർക്യൂട്ട് ഹൈ റെസിസ്റ്റൻസ് ആണ്. ജനറേറ്റർ വോൾട്ടേജ് ചെറുതാണ്. പിന്നെ എക്സ്പെൻസീവ് ആണ്. ഇതിലേതാ ഉത്തരം? 5ന്റെ എന്തായിരിക്കാം? അതിന് ഡ്രോപ്പിംഗ് ക്യാരിയാണ്. ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്സ് കൺസിഡറബിൾ ലോഡ്. ടെർമിനൽ വോൾട്ടേജ് കുറയും, ലോഡിനനുസരിച്ച് കുറയും. ഷണ്ട് ഫീൽഡ് സർക്യൂട്ട് ഹാസ് ഹൈ റെസിസ്റ്റൻസ്. അതിപ്പം ഷണ്ട് ഫീൽഡിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അതൊരു ഡ്രോബാക്ക് ഒന്നുമല്ല. ജനറേറ്റർ വോൾട്ടേജ് സ്മോൾ അല്ല, അതുമല്ല. ഉത്തരം ടെർമിനൽ വോൾട്ടേജ്. അതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡ്രോപ്പിംഗ് ക്യാരി ആയതുകൊണ്ട് അത് ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും? ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ ഉത്തരം എ ആണ്. ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്സ് കൺസിഡറബിളി വിത്ത് ലോഡ്. ലോഡ് അനുസരിച്ച് ടെർമിനൽ വോൾട്ടേജ് കുറയും. ഓക്കെ, അടുത്ത അതിന്റെ പടം നടക്കുന്നുണ്ടോ? ഡ്രോപ്പ് ആവുന്നുണ്ടോ? ഓക്കെ. ഡി സി മെഷീൻ വിച്ച് ആർ സബ്ജക്ട് ടു അബ്രപ്റ്റ് ചേഞ്ചസ് ഓഫ് ലോഡ് ആർ പ്രൊവൈഡ് ചെയ്ത്. പെട്ടെന്ന് ലോഡ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡി സി മെഷീനിൽ കൊടുക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചത്. എന്താണ് ഡി സി മെഷീനിൽ കൊടുക്കുന്നത്? അബ്രപ്റ്റ് ആയിട്ടുള്ള ലോഡ് ചേഞ്ചിന് നമ്മൾ അങ്ങനെ ലോഡിന് സബ്ജക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ലോഡ് ചേഞ്ച് വരുമ്പോഴത്തേക്കും ആർമേച്ചർ കറണ്ട് മാറും. ആർമേച്ചർ കറണ്ട് മാറുമ്പോഴത്തേക്കും ഇവർ ആർമേച്ചർ റിയാക്ഷൻസും ഈ പറഞ്ഞ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർപോൾ വൈൻഡിങ്. ഇന്റർപോൾ വൈൻഡിങ് ആണ് ഉത്തരം. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് അല്ല. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആർമേച്ചർ റിയാക്ഷൻ മാത്രമാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഈ അബ്രപ്റ്റ് ചേഞ്ചസ് ഓഫ് ലോഡ് വരുമ്പോഴത്തേക്ക് ഇന്റർപോൾ വൈൻഡിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത 4.39 ഷോസ് ദ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് ഡാഷ് ജനറേറ്റർ. ഇത് ഏത് ജനറേറ്ററിന്റെ ആണ്? ഓവർ കോമ്പൗണ്ടഡ്, സീരീസ് കോമ്പൗണ്ടഡ്, ഫ്ലാറ്റ് കോമ്പൗണ്ടഡ്, ഷണ്ട്. ഏതിന്റെയാണിത്? ഈ പറയുന്ന കാണിച്ചേക്കുന്ന ഏത് ടൈപ്പ് ജനറേറ്ററിന്റെ ആണ് കാണിച്ചേക്കുന്നത്? ഷണ്ടിന്റെ ആണ് അല്ലേ? കാരണം ആ ഡ്രൂപ്പിംഗ് ക്യാരി ആണ്, അത് ഷണ്ടിന്റെ ആണ്. ഉത്തരം ഡി ആണ്, 4 ആണ്. അടുത്ത 4.39 വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് നമ്പർ 2 ഈസ് ഡ്യൂ ടു. നമ്പർ 2 ഇവിടെ ഡാഷ് ചെയ്തേക്കാണ് അല്ലേ? IARA ഡ്രോപ്പ് ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 എന്ന് പറയുന്ന വീക്കൻഡ് ഫീൽഡ് ആണ്. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്? ഫ്രിക്ഷൻ, ആർമേച്ചർ റിയാക്ഷൻ, ഫീൽഡ് സർക്യൂട്ട്. ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏത് മൂലമാണ് ഈ 2 എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്? 2 എന്ന് പറയുന്ന സാധനം നല്ല ചോദിക്കേ എന്തായിരിക്കും? ആകപ്പാടെ ഞാനുള്ള എന്തുണ്ട്? ആർമേച്ചർ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ആർമേച്ചർ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഈസ് ഫ്രിക്ഷൻ ഒന്നും വരത്തില്ല. എന്തായാലും ആർമേച്ചർ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഉത്തരം ബി ആണ്. ഓക്കെ. ഓക്കെ, അടുത്ത റഫറൻസ് ടു 4.39 വീണ്ടും അത് കാണിച്ചേക്കാണ്. വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് 2. അതിപ്പോൾ പറഞ്ഞല്ലേ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ കാണിച്ചത്. 4.40 ഈ പറയുന്ന ഒരു കർവിനകത്ത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലോഡ് കറണ്ടും ടെർമിനൽ വോൾട്ടേജും വരച്ചേക്കാണ്. ഇത് ഏതിന്റെയാണെന്ന് ചോദിച്ചത്? ഷണ്ട് ആണോ, ഫ്ലാറ്റ് കോമ്പൗണ്ട് ആണോ, സീരീസ് ആണോ, അതോ ഓവർ കോമ്പൗണ്ട് ആണോ? ഏതിന്റെയാണ് ഈ കാണിച്ചേക്കുന്നത്? ഈ പറയുന്ന 9ാമത്തെ 4.40 ഈ കാണിച്ചേക്കുന്നത് ഏതിന്റെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് മെഷീന്റെ ആണെന്നാണ് ചോദിച്ചത്. ഏത് മെഷീന്റെ ആണ്? 9. ഒരു കർവ് ആണല്ലേ? കർവ് ആണ്. അതായത് എന്ത് കാണുന്ന എന്താണ്? ടെർമിനൽ വോൾട്ടേജ് 0 ആകുമ്പോഴത്തേക്ക് ലോഡ് കറണ്ട് 0 ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. മാഗ്നറ്റൈസിംഗ് കർവ് ഇങ്ങനെയാണ്. എക്സ്റ്റേണൽ ക്യാരക്ടർ ലോഡ് കറണ്ടും ടെർമിനൽ വോൾട്ടേജും ആണ് കാണിച്ചേക്കുന്നത്. എന്തായിരിക്കും? ഒരു കർവ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഫുൾ ലോഡ് കറണ്ട് ഇത്രയുണ്ട്. എന്തായിരിക്കും? ഇത് ഏത് ടൈപ്പ് മെഷീനാണ്? ഈ ടൈപ്പ് മെഷീന് ഏത് ടൈപ്പ് മെഷീൻ ആയിരിക്കും? അതൊരു സീരീസ് ആണ്. ഷണ്ടല്ല. ഷണ്ട് ഇങ്ങനെ വരത്തില്ല, എക്സ്റ്റേണൽ ക്യാരക്ടർ വരത്തില്ല. ഫ്ലാറ്റും ഓവർ കോമ്പൗണ്ടും, ഫ്ലാറ്റ് ആയാലും ഓവർ കോമ്പൗണ്ട് ഷണ്ട് ആയാലും എല്ലാം ഒരേ ഷേപ്പിലാണ് വരുന്നത്. ഓർത്തിരിക്കുക. എങ്ങനെ വരുന്നത്? എക്സ്റ്റേണൽ ക്യാരക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ വരുന്നത് അല്ലേ? ഇങ്ങനെ വരുന്നത് എല്ലാത്തിനും ഒരു താഴോട്ട് വരുന്ന കണക്കാണ്. ഈ കാണിച്ചിരുന്നുണ്ട്. ഇതാണ് എല്ലാത്തിന്റെയും ക്യാര. ഇത് ഷണ്ട് ആയാലും ഇത് മേളിലാണ് ഓവർ കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇത്. സോ ദ ആൻസർ ഈസ് സീരീസ്. 4.1 കാണിച്ചിരിക്കുന്നതാണ്. 4.41 4.41 അതിനകത്ത് ആ കർവ് ഇല്ല. സോറി, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 4.41 കർവ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി.
ആ 4.41 കർവ് വിട്ടുപോയി, ഞാനൊരു പേസ്റ്റം വിട്ടുപോയി. അപ്പോൾ ആ 4 ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് അല്ലാതെ തരാം. ഓക്കെ, ഈ 10, 11, 12 അതെല്ലാം ഞാൻ തരാം. ഓക്കെ, 4.42 നോക്കാം. ഇത് എക്സ്റ്റേണൽ ക്യാരക്ടർ ഇത് ഏതിൻ്റെയാണ്? ഷണ്ട് ആണോ സീരീസ് ആണോ ഏതിൻ്റെയാണ്? 4.42 കർവ് ബി ആ വെച്ചത്. കർവ് ബി ഈ കർവ് ഏതിൻ്റെയാണ് വെച്ചേക്കുന്നത്? ഏതിൻ്റെയാണ് കർവ് ബി എന്ന് പറയുന്നത്? കർവ് ബി ഏതിൻ്റെയാണ് എന്നാലോചിച്ച് നോക്കിയേ. കർവ് ബി എന്ന് പറയുന്നത് നടുക്കുള്ളത് ഏതിൻ്റെയാണ്? അത് ഫ്ലാറ്റ് കോമ്പൗണ്ട് ആണ് അല്ലേ? ഓവർ കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്. നടുക്കുള്ളതാണ് ഫ്ലാറ്റ് കോമ്പൗണ്ട്. ആൻസർ ഇതാണ്. ഓക്കെ, ഫ്ലാറ്റ് കോമ്പൗണ്ട്. അടുത്തത് സെയിം 4.42 തന്നെ, മുമ്പേ കാണിച്ച ഈ ഫിഗറിൽ തന്നെ 4.42 തന്നെ. എക്സ്റ്റേണൽ ക്യാരക്ടർ ഡാഷ് കർവ് എന്ന് പറയുന്നത് മുകളിലുള്ളത്. അതായത് ഏതിൻ്റെയാ? മുകളിലുള്ള ഏതായിരിക്കും? കർവ് എന്ന് പറയുന്ന സാധനം ഏതിൻ്റെ ആയിരിക്കും? ഓവർ കോമ്പൗണ്ട് ആണോ അണ്ടർ കോമ്പൗണ്ട് ആണോ? ഫ്ലാറ്റ് അല്ല, ഏതിൻ്റെ ആയിരിക്കും? കർവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മേളിലാണ് വരുന്നത്. മേളിലായതുകൊണ്ട് എന്തായിരിക്കും? ഇത് ഓവർ കോമ്പൗണ്ട് ആയിരിക്കും. മേളിലായതുകൊണ്ട് ഇത് ഓവർ കോമ്പൗണ്ട് ആയിരിക്കും. അതൊന്നും സംശയമില്ലാത്ത കേസാണ്. അടുത്ത OCC ഓഫ് എ DC ജനറേറ്റർ ഈസ് ഓൾസോ കോൾഡ് ആസ് എന്താണ്? OCC വേറെ പേര് എന്താ? എക്സ്റ്റേണൽ ഇന്റേണൽ പെർഫോമൻസ് മാഗ്നറ്റിക്. എന്താണ് OCCയുടെ വേറൊരു പേര്? ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ വേറൊരു പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ വേറൊരു പേര്? മാഗ്നറ്റിക് ആരെയാണ്. മാഗ്നറ്റിക് ആരെയാണ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്കിന്റെ വേറൊരു പേര് മാഗ്നറ്റിക് ആരെയാണ്. സോ ദ ആൻസർ ഈസ് 1. അടുത്ത ദ ലൈൻ റെപ്രസെന്റ് ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ DC ജനറേറ്റർ ഡാഷ് ഇസ് OCC. OCC എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യും, റൺസ് പാരലൽ ചെയ്യും, ജസ്റ്റ് ടച്ചസ് ചെയ്യും, നൺ ഓഫ് ദി അബോവ്. ഇത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ടച്ചസ്, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു പോകും. നമ്മൾ കണ്ടതാണ്. ഉത്തരം 3 ആണ്. ജസ്റ്റ് ടച്ചസ്. Which of the following generator provides approximately constant voltage from no load to full load? No load നിന്ന് full loadലോട്ട് പോകുമ്പോൾ തോറും കോൺസ്റ്റന്റ് വോൾട്ടേജ് തരുന്നത് ഏത് ജനറേറ്റർ ആണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ്, കോൺസ്റ്റന്റ് സ്പീഡ് അല്ല. കോൺസ്റ്റന്റ് വോൾട്ടേജ് തരുന്നത് ഏത് ജനറേറ്റർ ആണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് കോമ്പൗണ്ട് ആണ്. നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡ് പോകുമ്പോൾ കോൺസ്റ്റന്റ് വോൾട്ടേജ് തരുന്നത് ഫ്ലാറ്റ് കോമ്പൗണ്ട് ആണ്. The level of compounding in a cumulative compound DC generator is generally adjusted by കോമ്പൗണ്ടിങ് ഫ്ലക്സ് ഏഡ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ലെവൽ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സീരീസ് ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സംഭവം സിമ്പിൾ ആണ്. ചേഞ്ചിങ് സീരീസ് ഫീൽഡ് കറണ്ട്, ഷണ്ട് ഫീൽഡ് കറണ്ട് അല്ല, സീരീസ് ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ലെവൽ ഓഫ് കോമ്പൗണ്ടിങ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് DC ജനറേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത DC ജനറേറ്റർ ദാറ്റ് ഹാസ് പൂറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ. ഏറ്റവും പൂറസ്റ്റ് റെഗുലേഷൻ ഏതാ? സീരീസ് ജനറേറ്റർ. ഗുഡ് റെഗുലേഷൻ ഏതാ? ഷണ്ട് ജനറേറ്റർ. ഷണ്ട് ജനറേറ്റർ ഗീവ്സ് ഗ്രേറ്റസ്റ്റ് വോൾട്ടേജ് ആയിട്ട്. ഷണ്ട് ജനറേറ്ററിന് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് എപ്പോഴാണ്? നോ ലോഡ്, ഫുൾ ലോഡ്, ഹാഫ് ഫുൾ ലോഡ്. ഏതാണ് മാക്സിമം വോൾട്ടേജ് വരുന്നത്? നോ ലോഡിലായിരിക്കും. നോ ലോഡിലാണ്, ഓപ്പൺ സർക്യൂട്ടിലാണ്, നോ ലോഡിലാണ് മാക്സിമം വോൾട്ടേജ് വരുന്നത്. ഓർത്തിരിക്കുക. 20A ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് ഈ പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഓഫ് ടൈപ്പ് ചെയ്തതാണ്. 21 നോക്കാം. എ 440 വോൾട്ട് DC shunt motor has an armature resistance of 0.8 ohm and field resistance of 200 ohm. Find the back EMF when giving an output voltage of 7.46 kilowatt at 85%. ഓക്കെ, നോക്കാം. ഷണ്ട് മോട്ടർ ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് RA എന്ന് പറയുന്നത് 0.8 ohm ആണ്. ഫീൽഡ് റെസിസ്റ്റൻസ് RSH എന്ന് പറയുന്നത് 200 ohm ആണ്. ബാക്ക് EMF കണ്ടെത്താം, EB കണ്ടെത്താം. ഗിവിംഗ് ആൻ ഔട്ട്പുട്ട് എത്ര? 7.46 കിലോവാട്ട്. എഫിഷ്യൻസി എത്ര? 85%. അപ്പൊ നമുക്ക് ഇൻപുട്ട് അറിയാം, കാരണം ഔട്ട്പുട്ട് 7.46 ആണെങ്കിൽ ഇൻപുട്ട് 7.46, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എന്ത്? 85% അല്ലേ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് 20. ഔട്ട്പുട്ട് അറിയാം. അപ്പൊ ഇൻപുട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ബൈ 85% ചെയ്താൽ ഇൻപുട്ട് കിട്ടും. സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി വേറെ ചെയ്യണ്ട. നമ്മൾ ആയ മോട്ടറിന്റെ ഇൻപുട്ട് കണ്ടെത്തുക. മോട്ടറിന്റെ ഇൻപുട്ട് കണ്ടെത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് നമുക്കറിയാം, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എഫിഷ്യൻസി. അപ്പൊ ഔട്ട്പുട്ട് അറിയാം എത്ര? 7.46
ഇൻറ്റു 10⁻³ ആണ് ഡിവൈഡ് ബൈ 0.85 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും അല്ലേ? ഇൻപുട്ട് പവർ കിട്ടും. അപ്പൊ ഇൻപുട്ട് പവർ കണ്ടെത്തുക ആദ്യം. അപ്പൊ ഇൻപുട്ട് പവർ നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അതിന്റെ മോട്ടോർ ഇൻപുട്ട് കറണ്ട് എടുക്കണം. മോട്ടോർ ഇൻപുട്ട് കറണ്ട് കണ്ടെത്തും. മോട്ടോർ ഇൻപുട്ട് കറണ്ട് IL കണ്ടെത്താൻ വേണമെന്നുണ്ട പവർ ഉണ്ട്, ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് കറണ്ട് വേണ്ട. ഇൻപുട്ട് കറണ്ട് വേണമെങ്കിൽ ഇൻപുട്ട് പവർ നമുക്ക് അറിയാം. ഇപ്പോൾ 7.46 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 0.85 ആണ് ഇൻപുട്ടിലെ പവർ എന്ന് പറയുന്നത്. ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എത്ര? ഇൻപുട്ട് വോൾട്ടേജ് 440 വോൾട്ട് അല്ലേ? 440 വോൾട്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് കറണ്ട് കിട്ടും. അപ്പൊ ഇൻപുട്ട് പവറിൽ നിന്ന് ഇൻപുട്ട് കറണ്ട് കിട്ടും അല്ലേ? ഇൻപുട്ട് പവറിൽ നിന്ന് ഇൻപുട്ട് കറണ്ട് കിട്ടും. അപ്പൊ ഇൻപുട്ട് കറണ്ട് നിങ്ങൾക്ക് 19.95 കിട്ടും. അതായത് ഇൻപുട്ട് കറണ്ട് എന്ന് വെച്ചാൽ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട് 19.95 ആംപിയർ കിട്ടും. ഇതാണ് ഇൻപുട്ട് കറണ്ട്. തീർന്നില്ല. നമുക്ക് വേണ്ട എന്താണ്? ബാക്കിംഗ് കണ്ടെത്താൻ വേണ്ടി അല്ലേ? ഇനി നമുക്ക് ISH വേണം അല്ലേ? ISH എങ്ങനെ കണ്ടെത്തും? ISH എന്ന് പറയുന്നത് എന്താണ്? V/RSH ആണ് അല്ലേ? V എത്ര? 440 ഡിവൈഡ് ബൈ RSH എത്ര? 200. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ISH കിട്ടും. ISH ഞങ്ങൾക്ക് 2.2 ആംപിയർ കിട്ടും. 2.2 ആംപിയർ കിട്ടും. 2.2 ആംപിയർ. ഇത് കണ്ടെത്താനുള്ള കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, IA ആണ് നമുക്ക് വേണ്ടത്. IA ആണ് വേണ്ടത് അല്ലേ? അപ്പൊ ഇൻപുട്ട് കറണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മുമ്പേ IA എന്ന് പറയുന്ന ഓർത്തിരിക്കുക. IA എന്ന് പറയുന്ന മോട്ടറിന്റെ കേസിൽ IA എന്ന് പറയുന്നത് IL മൈനസ് ISH ആണ്. ജനറേറ്ററിന്റെ കേസ് നമ്മൾ പഠിച്ച മുമ്പേ IA ഈക്വൽ ടു IL പ്ലസ് ISH ആണ്. അപ്പൊ ജനറേറ്ററിന്റെ കേസിൽ ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു ലോഡ് കറണ്ട് പ്ലസ് ഫീൽഡ് കറണ്ട് ആണ്. മോട്ടറിന്റെ കേസിൽ ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു ഇൻപുട്ട് കറണ്ട്, മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് മൈനസ് ISH ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് IL എത്ര? ലോഡ് കറണ്ട് എത്ര? IL നമുക്ക് 19.95 കിട്ടി, മറ്റേ 2.2 കിട്ടി. അപ്പൊ 19.95 എന്ന് എന്ത് കുറയ്ക്കണം? 2.2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 17.75 കിട്ടും. IA എന്ന് പറയുന്നത് 17.75 കിട്ടും. 17.75 കിട്ടും. ഇതാണ് നമ്മുടെ, ഒരു മിനിറ്റ്, ഹലോ, എന്താ പറയുന്നത്, നിങ്ങളുടെ പ്രോബ്ലം ഇത് ചെയ്യും. ഞാനിപ്പോൾ വരാം, ഒരു 5 minutes. ഓക്കെ, ജസ്റ്റ് ബ്രേക്ക് എടുക്കാൻ, വെള്ളം കുടിച്ചിട്ടുണ്ടാവും.